ഹലോ, ഇന്നപ്പോൾ നമുക്ക് സ്കിന്നിലുള്ള കറുത്ത പാടുകൾ, അതുപോലെ മെലാസ്മ, കരിമംഗല്യം ഇങ്ങനത്തെയൊക്കെ പോകുന്നതിനായിട്ട് ഒരു പാക്ക്, ഒരു ആയുർവേദം ഡോക്ടർ അവർ അഡ്വൈസ് ചെയ്തൊരു പാക്കാണിത്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവ, അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെല്ല്, തൈര്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഇത് സ്കിന്ന് പെട്ടെന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകാനായിട്ടും സ്കിൻ റീജനറേറ്റ് ചെയ്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒത്തിരി ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൽ വൈറ്റമിൻ സി അത് ബ്രൈറ്റൻ ചെയ്യാൻ പോലെ ഡാർക്ക് സ്പോട്ട് ഇല്ലാണ്ടാക്കും. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാർക്ക് സർക്കിൾസും അതുപോലെ ചെറിയ ചെറിയ കുത്തുകൾ പോലെയുള്ള കാര്യങ്ങൾ സ്കിന്നിലുള്ളത്. അത് വൈറ്റമിൻ കെ എന്ന് പറയുന്ന സാധനം, അതുപോലെ നയാസിൻ എന്ന് പറയുന്ന അതിൻ്റെ പൊട്ടാസ്യം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് സ്കിന്ന് റീജനറേറ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ ഈ ഇത് പോകണമെങ്കിൽ നമ്മൾക്ക് പോയി നല്ല സ്കിന്ന് പെട്ടെന്ന് വരണം, അതിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഉലുവ. അലോവേര ജ്യൂസിലാണ് നമ്മൾ ഈ ഉലുവ കുതിർത്ത് വെക്കുന്നത്. അലോവേരയ്ക്ക് ഒത്തിരി ഗുണങ്ങളാണുള്ളത്. അതിൽ ഇതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. പിന്നെ ഇതിൽ സലിസിലിക് ആസിഡ് അത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡെഡ് സ്കിന്ന്, അതുപോലെ ജെൻറ്റിലായിട്ട് നമ്മുടെ സ്കിന്ന് റിമൂവ് ചെയ്ത് കളയാൻ, ഡെഡ് പിഗ്മെൻറ്റഡ് സ്കിന്നൊക്കെ ജെൻറ്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് അറിയാം, നമ്മുടെ ശരീരത്തിൽ മെലാനിൻ എന്ന് പറയുന്ന സാധനം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സർക്കിളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിന് ഈ അലോയിൻ എന്ന് പറയുന്ന സാധനം ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. എന്നിട്ട് പുതിയ സ്പോട്സ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഇല്ലാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ ഒരു SPF ഫാക്ടർ ഇതിലുള്ളത് കൊണ്ട് സൺസ്ക്രീനിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്തിട്ട് കൈമയായാലും ദേഹത്തായാലും പരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഈ ഡാർക്കായിട്ടുള്ള ഈ സ്കിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയും ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് തൈരാണ്. ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ ഗുണം പറഞ്ഞു, ഇന്ന സാധനങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫോമുലേറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ അത് എങ്ങനെ ഫോമുലേറ്റ് ചെയ്തെടുക്കാമെന്ന് ചിന്തിക്കും. അപ്പോൾ നാച്ചുറലായിട്ടുള്ള തൈര് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനോ എത്തിക്കാനോ ഒന്നായിട്ട് പറ്റില്ല. കാരണം എടുത്ത് വെക്കാനായിട്ട് വലിയ ഫ്രിഡ്ജിൽ വെക്കണം ഈ സാധനം. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത് തൈരിന് പകരം തൈരിൻ്റെ പൗഡറാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിൽ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തണം. അതുപോലെ തന്നെ ഇതിലും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, നമ്മുടെ സെൽസ് പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യാൻ. അതുപോലെ ഇതിൽ സിങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഈ തൈരിലുണ്ട്. അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ ഒരു ഫേസിൽ എന്തെങ്കിലും മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മൂന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള തൈര് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അല്ലാതെ ഒരു പ്രൊഡക്റ്റായിട്ട് ഇറക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാനിതിൽ ഫോമുല ഞാൻ ഇടുന്നില്ല, കാരണം എനിക്ക് കുറച്ചും കൂടി അത് സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എടുത്തു, പക്ഷേ അതിൻ്റെ കറക്റ്റ് കണക്കുകൾ ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടിയൊക്കെ ഉണ്ടാക്കിയാലേ അത് നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം ഫ്രഷ് അലോവേര ജ്യൂസ് എടുക്കണം. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലിൽ ഇത് വർക്ക് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ മുളക്കില്ല അതിലിട്ട് കഴിഞ്ഞിട്ട്. ഞാനത് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ അതിൽ പറയുന്നുണ്ട് ഫ്രഷ് അലോവേര ജെല്ല് യൂസ് ചെയ്ത് നോക്കിക്കോളൂ, പക്ഷേ അവർക്കത് ഉറപ്പില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം അതിൽ ഓൾറെഡി പ്രിസർവേറ്റീവ് ഉള്ളതാണ്, അതുകൊണ്ട് അത് മുളക്കില്ല. അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം ഫ്രഷ് അലോവേര ജ്യൂസിൽ. അതിനുശേഷം 2 ദിവസം നമ്മളൊരു ഇതിൽ കവർ ചെയ്ത് വെക്കുക മുളപ്പിക്കാനായിട്ട്. നന്നായിട്ട് മുളയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണം കൂടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ 2 ദിവസം വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും നല്ല മുളയിൽ നമുക്ക് അത് കിട്ടും. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ തൈര് എടുക്കുക, ആവശ്യത്തിന് തൈര് എടുക്കുക. അതായത് നന്നായിട്ട് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇത്രയല്ല ചേർത്ത് കൊടുത്തത്, നന്നായിട്ട് തന്നെ. ഞാൻ ഇതിപ്പോൾ എടുത്തത് ഒരു 10 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇനി ഒരു 40 ഗ്രാമിലധികം ഞാൻ യോഗേർട്ട് പൗഡർ എടുത്തു. കാരണം ഇത് ഈ ഉലുവ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം ഞാൻ ഇത്ര ഇട്ടിട്ട് ഞാൻ പിന്നെ വെള്ളം കൂട്ടി അരച്ച് കഴിഞ്ഞപ്പോൾ മുഖത്തിട്ടപ്പോൾ ഭയങ്കര ഒരു നീറ്റൽ പോലെ തോന്നി. അപ്പം ഞാൻ വേഗം അത് പിന്നെയും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോമുല ഇനി അത് കറക്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത്രയും ഉലുവയ്ക്ക് വളരെ 2 ടീസ്പൂൺ ഉലുവ എടുത്താൽ മതി. എന്നിട്ട് അത് തൈരിൽ നന്നായിട്ട് ചേർത്ത് മുളച്ചത് അരച്ചെടുക്കുക. എന്നിട്ടത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിലിരിക്കും. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് ഉള്ളത് അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുന്നതാണ് അതിന് നല്ലത്. അപ്പോൾ അത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ വെയിലത്ത് പോകുമ്പോൾ വളരെ കെയർഫുൾ ആവുക. നമ്മൾ
നല്ല രീതിയിലുള്ള അലോവേര ജെല്ല് നിങ്ങൾക്ക് കിട്ടുവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്രഷ് ജ്യൂസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അലോവേര ജെല്ല് നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും നമുക്ക് ചേരുന്ന ഓയിൽ എങ്കിലും ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല ആ അലോവേര ജെല്ലായാലും തന്നെ ഒന്ന് മുഖത്ത് പുരട്ടിയിട്ട് പോകാനായിട്ട് നോക്കാം. അതിൻ്റെ മേലെ ഏതെങ്കിലും ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്യും. ഇനി ഇത് യൂസ് ചെയ്യേണ്ട വിധം, നമ്മൾ രാവിലെയും വൈകുന്നേരം പുരട്ടി കൊടുക്കണം. അതുപോലെ തന്നെ പുരട്ടിയിട്ട് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം വെച്ച് വാഷ് ചെയ്ത് കളയാം. പിന്നെ 3 ആഴ്ചയ്ക്കുള്ള റിസൾട്ട് കാണുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 6 മാസമെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഫ്രഷ് തൈരിൽ ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് അത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കണം. ഇനിയിപ്പോൾ പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പുറത്ത് വെച്ചാൽ മതി. നമ്മുടെ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ കുളിക്കുന്നതിനേക്കാളും മുൻപ് ഒരു 10 മിനിറ്റെങ്കിലും, അല്ലെങ്കിൽ 5 മിനിറ്റ് ഉണങ്ങാൻ 5 മിനിറ്റൊക്കെ എടുക്കുള്ളൂ, അത്ര സമയമെങ്കിലും പുരട്ടാനായിട്ട് നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.